യമനിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ തലസ്ഥാനമായ സനായിലെ റോയൽ സന ഹോട്ടലിന്റെ ജനാലപ്പടിയിലിരിക്കുകയാണ് ഞാൻ. താഴെ സനായുടെ തെരുവുകൾ. ഇടത്തെരുവുകളെല്ലാം വിജനമായി കഴിഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കണം. താമസിക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നില്ല. അതിനാൽ ഇരുട്ടുവീണ തെരുവിലേക്ക് ഞാൻ ഇറങ്ങി. പ്രധാന തെരുവിൽ കുറെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഇവിടെ തെരുവ് വിളക്കുകളുടെ പ്രകാശമുണ്ട്. റോയൽ സന ഹോട്ടൽ നിൽക്കുന്ന തെരുവിലെങ്ങും ഒരു റെസ്റ്റോറൻ്റ് ഇല്ല. കുറേ ദൂരം നടന്നു. ഫർണിച്ചറും പെയിൻറ്റും ഹാർഡ്വെയർസും ഒക്കെ വിൽക്കുന്ന കടകളാണ് ഈ ഭാഗത്ത് കൂടുതലും. ഒരു ഭോജനശാല മാത്രം കാണുന്നില്ല. കാട്ടും ചവച്ച് വഴിയരികിൽ നിൽക്കുന്ന ആളുകൾ, പലവിധ ഉൽപ്പന്നങ്ങളുടെ കടകൾ. ഞാൻ ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. യമനിൽ വന്നതിൻ്റെ ആദ്യ ദിനമാണ്. ക്യാമറയുമായി രാത്രിയിൽ ഇങ്ങനെ നടക്കാനൊരു ഭയമുണ്ട്. ഇതാണ് യമനി പട്ടണങ്ങളുടെ രാത്രി കാഴ്ച. ഇവിടെ ടീ ഹൗസ് എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ രാത്രികളിൽ തുറക്കുന്ന തട്ടുകട പോലൊരു സംവിധാനം. ചപ്പാത്തി പോലൊരു സംഗതി ഒരാൾ പരത്തുന്നു, മറ്റൊരാൾ കല്ലിട്ട് അത് ചുട്ടെടുക്കുന്നു. ചപ്പാത്തിയും പൊറോട്ടയുമല്ലാത്ത ഒരു തരം വിഭവം. നല്ല വിശപ്പുണ്ട്. ഏതായാലും ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. എൽ ഷേപ്പിലൊരു ചട്ടകം. ഇതെന്താണ് വിഭവമെന്ന് ചോദിച്ചെങ്കിലും കടയിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. കടയ്ക്കുള്ളിൽ കുറച്ച് മേശയും കസേരയുമൊക്കെ ഉണ്ട്. നാട്ടുകാർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടമാണ്. ഞാൻ ഏതായാലും ധൈര്യപൂർവ്വം അവിടേക്ക് കയറി ചെന്നു. ഒരു പൊത്തിലൂടെയാണ് അടുക്കളയുമായുള്ള സമ്പർക്കം. പൊറോട്ട പോലിരിക്കുന്ന ആ വിഭവമൊന്ന് ഞാനും ഓർഡർ ചെയ്തു. കറിയൊന്നുമില്ല. ഒരു പുഴുങ്ങിയ മുട്ട കൂടി പറഞ്ഞു. മുട്ട പുഴുങ്ങിയത് കൂട്ടി എങ്ങനെ പൊറോട്ടയുടെ അപരനെ അകത്താക്കുമെന്ന് ശങ്കിച്ചിരിക്കെ സപ്ലയർ ഒരുതരം കൊഴുത്ത സംഗതി പാത്രത്തോടെ എടുത്തുകൊണ്ടുവന്ന് മേശയിൽ വയ്ക്കുന്നത് കണ്ടു. മറ്റാർക്കോ വിളമ്പാനുള്ളതാണ്. എങ്കിൽ അതേ സംഗതി പോരട്ടെ എന്ന് ഞാൻ ഓർഡർ കൊടുത്തു. അടുപ്പിൽ വെച്ച പാത്രം സഹിതം അതും എൻ്റെ മേശയിലെത്തി. ഭക്ഷണശേഷം പുറത്തിറങ്ങുമ്പോൾ കടയിലുള്ളവർ കൗതുകത്തോടെ എന്നെ നോക്കുന്നുണ്ട്. പുറത്ത് പാതയോരത്ത് ഏതാനും ബെഞ്ചും മേശയുമൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് 2 പേരെ പരിചയപ്പെട്ടു. ഇത് മുഹമ്മദ്. ഇന്ത്യയിൽ 3-4 തവണ വന്നിട്ടുള്ളയാളാണ് മുഹമ്മദ്. ഏതോ കമ്പനിയെ പ്രതിനിധീകരിച്ചു വന്നതാണ്. മുംബൈയിലാണ് വന്നിരിക്കുന്നതെന്നും അവിടെയൊക്കെ നല്ല പരിചയമാണെന്നും മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ പേര് തന്നെയാണെന്ന് മറുപടി. ഇതും മുഹമ്മദ് തന്നെ. എല്ലാവരും ഇങ്ങനെ പൊറോട്ട പോലുള്ള സംഗതി കറിയൊന്നും കൂടാതെ ചവച്ചിറക്കും. ഒരു ചായയും കുടിക്കും. ആ നല്ല സുഹൃത്തുക്കളോടൊപ്പം ഒരു കട്ടൻ ചായ കൂടി കുടിച്ചുകൊണ്ട് തെരുവിൻ്റെ കാഴ്ചകളിൽ മുഴുകി ഞാനിരുന്നു. യമനിലെ മനുഷ്യരുടെ ജീവിതം ഒന്ന് കാണുകയാണ്. ഈ രാത്രിയിൽ മറ്റൊന്നും ചെയ്യാനില്ല. പൊതുവെ അലസരാണ് ജനങ്ങൾ. വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തതുപോലെ. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന നാട്ടിൽ ജനം ഈ വിധം തന്നെയായിരിക്കും. എൻ്റെ ക്യാമറ കണ്ട് കടകളിൽ നിന്ന് ചിലർ ഇറങ്ങി വന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറേ പലചരക്ക് കടകൾ. ഇരുൾ വീണ റോഡിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നു. രാത്രിയായെങ്കിലും പ്രധാന തെരുവിലെ തിരക്കുകൾക്ക് കുറവൊന്നും വന്നിട്ടില്ല. അധികം താമസിക്കാതെ ഞാൻ റോയൽ സന ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. യമനിലെ എൻ്റെ ആദ്യ ദിനത്തിലെ അവസാന കാഴ്ചയാണിത്. അടുത്ത ദിവസം രാവിലെ തന്നെ റെഡിയായി ഹോട്ടലിൻ്റെ 9-ാം നിലയിലുള്ള റെസ്റ്റോറൻറ്റിലെത്തി. എനിക്ക് വേണ്ടി ഏതാനും കഷ്ണം കുബ്സും ഒരു ഓംലേറ്റുമൊക്കെ നിരത്തി വച്ചിരിക്കുന്നു. രാവിലെ തന്നെ സയ്യിദ് എത്തിക്കഴിഞ്ഞു. ഇന്ന് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ചർച്ച. ഹോട്ടലിന്റെ 9-ാം നിലയിലെ ജാലകത്തിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അങ്ങു ദൂരെ മലനിരകളോളം വ്യാപിച്ചു കിടക്കുന്ന സന പട്ടണം. 2500-ലേറെ വർഷമായി തുടർച്ചയായി ജനം വസിച്ചു വരുന്ന മഹാനഗരം. മൺനിറമാർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ചിലയിടത്ത് സ്കൂൾ അസംബ്ലി നടക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ സന പട്ടണത്തിൻ്റെ താരതമ്യേന പുതിയ ഭാഗങ്ങളാണെന്ന് പറയാം.
പുതിയതായാലും പഴയതാണെങ്കിലും കെട്ടിടങ്ങൾക്കെല്ലാം മണ്ണിന്റെ നിറമാണ്. ആദ്യം അൽ സലേഹ് മോസ്കിലേക്ക് പോകാമെന്നാണ് സയ്യിദ് പറയുന്നത്. അതിവിശാലമായ ഒരു നഗരമാണ് സന. കെട്ടിട നിർമ്മാണത്തിനും മറ്റും നിയന്ത്രണങ്ങളോ ശക്തമായ നിയമങ്ങളോ ഇല്ലാത്തതിനാൽ തിങ്ങി നിറഞ്ഞുയർന്ന കെട്ടിടങ്ങളാണ് കാഴ്ചയിലെവിടെയും. പുതിയ കെട്ടിടങ്ങളിൽ പോലും യമന്റെ പരമ്പരാഗത ശൈലി കൂട്ടിയിണക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാവുന്ന പ്രത്യേകത. നേരം കളയാതെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആളൊഴിഞ്ഞ ഹോട്ടലിന്റെ ഇടനാഴിയിലൂടെ താഴേക്ക് നടന്നു. ഇന്നലെ വന്ന ചില്ലുപൊട്ടിയ കാർ വേണ്ടെന്നും മറ്റൊരു വണ്ടി സംഘടിപ്പിക്കണമെന്നും സയ്യിദിനോട് പറഞ്ഞിരുന്നു. അയാൾ വാക്കുപാലിച്ചു. ഇന്നോവ പോലൊരു വണ്ടി പ്രശസ്തമായ കിയ കമ്പനിയുടെ വാഹനമാണ്. തരക്കേടില്ലാത്ത വണ്ടി. ഷൂട്ടിങ്ങിന് ഇത്തരം വാഹനങ്ങൾ സൗകര്യപ്രദമാണ്. സയ്യിദ് പിന്നിലെ സീറ്റിലേക്ക് കയറി. യാഹിയ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ടൂർ കമ്പനി ഉടമ ജമീലിന്റെ ഒരു സുഹൃത്താണിത്. ഇന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിലും യാഹിയയുടെ കാറിലായിരിക്കും യമനിലൂടെയുള്ള യാത്രകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. യാഹിയയുടെ കാറിന്റെ ചില്ല് അത്ര വൃത്തിയായിട്ടില്ല. കയറുന്നതിന് മുൻപ് ഞാൻ അതൊന്ന് തുടച്ചെങ്കിലും കുറച്ചൊക്കെ പൊടിയും ചെളിയും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്. എങ്കിലും തെരുവുകളിലൊന്നും ആളുകളെ കാണുന്നില്ല. അതിൻ്റെ കാര്യമന്വേഷിച്ചപ്പോഴാണ് ഇതൊരു സംരക്ഷിത പ്രദേശമാണെന്നറിയുന്നത്. ഏതോ ഒരു VIP ഈ പ്രദേശത്ത് വസിക്കുന്നുണ്ട്. അതിനാൽ അധികം വാഹനങ്ങളൊന്നും കടത്തിവിടാതെ സുരക്ഷിതമായി നിർത്തിയിരിക്കുകയാണ് ഇവിടം. സനായുടെ ഈ തെരുവുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ നഗരം എത്ര ശാന്തമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഇവിടം അത്ര ശാന്തമൊന്നുമല്ല. ഉള്ളു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് സന. പ്രധാന തെരുവിലേക്ക് കയറുമ്പോൾ പതിവ് പോലെ ട്രാഫിക് ബ്ലോക്കിലേക്ക് എത്തുന്നു. 1950-കൾക്ക് ശേഷം വികസിച്ച പ്രദേശങ്ങളാണ് ഇതെല്ലാം. സനായെ ആധുനികവൽക്കരിക്കുന്നതിനായി മുൻ ഭരണാധികാരി അലി അബ്ദുള്ള സലേഹ് ചില നടപടികളൊക്കെ എടുത്തിരുന്നു. അതിനായി വിദേശ സഹായം തേടുകയാണ് അദ്ദേഹം ചെയ്തത്. പട്ടണങ്ങളിൽ ഇന്ന് കാണുന്ന നല്ല റോഡുകൾ സലേഹിന്റെ മാത്രം സംഭാവനയല്ല. ചൈനയുടെ സാമ്പത്തിക സഹായം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ റോഡുകൾ. ഇങ്ങനെ കാണുമ്പോൾ തരക്കേടില്ലാത്ത പട്ടണമാണെങ്കിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായ നഗരമാണിത്. തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ള ജനങ്ങളിൽ 25% തൊഴിൽ രഹിതരായി നടക്കുന്ന പട്ടണം. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ഇടയ്ക്കിടെ ഇവിടെയുണ്ടാകുന്ന സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കുമൊക്കെ ഒരു കാരണം. ധാരാളം ഇന്ത്യക്കാർ ഉണ്ടായിരുന്ന നാടാണ് യമൻ. സനായിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ആശുപത്രികളിലുമൊക്കെ ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കടൽ വഴിയുള്ള കച്ചവടം തുടങ്ങിയ കാലത്ത് രൂപപ്പെട്ടതാണ് ഇന്ത്യയിൽ നിന്ന് യമനിലേക്കും ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള കുടിയേറ്റം. ഏഡൻ തുറമുഖം പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ അവിടം കേന്ദ്രമാക്കി കോളനി ഭരണം തുടങ്ങിയതോടെ കൂടുതൽ ഇന്ത്യക്കാർ ഇന്നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. അങ്ങ് ദൂരെ വാനിലേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളുമായി അൽ സലേഹ് ദേവാലയം കാണാം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. വലിയ തുക മുടക്കിയാണ് മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സലേഹ് തന്റെ പേരോടുകൂടിയ അൽ സലേഹ് ദേവാലയം പണിതത്. സാധാരണ യമനി പൗരന്മാർക്ക് സ്വപ്നത്തിൽ പോലും കാണാനാവാത്തത്ര തുകയാണ് ഈ ദേവാലയത്തിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. 12,000 കോടിയിലേറെ യമനി റിയാൽ ഇതിനുവേണ്ടി ചെലവഴിച്ചെന്നാണ് കണക്ക്. ഈ തുകയിൽ നല്ലൊരു ഭാഗം അഴിമതിയിലൂടെ മുൻ പ്രസിഡന്റിന്റെ പോക്കറ്റിലാണെത്തിയതെന്ന് വിശ്വസിക്കുന്ന യമനികളും കുറവല്ല. സൈനിക പരേഡുകളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണിത്. ഇതിനടുത്തു തന്നെയാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം. കൊട്ടാരമിരിക്കുന്ന ഭാഗത്തേക്ക് ക്യാമറ തിരിക്കാൻ പോലും ദേശസ്നേഹിയായ സയ്യിദ് എന്നെ അനുവദിക്കുന്നില്ല. കുറച്ചൊന്ന് വളഞ്ഞു ചുറ്റിയൊക്കെ വേണം മോസ്കിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ. 3 ഇടങ്ങളിലായി പട്ടാളക്കാർ വാഹനവും സന്ദർശകരെയും പരിശോധിക്കുകയും ചെയ്യും. പട്ടാള പരിശോധനയൊന്നും ഷൂട്ട് ചെയ്യാനായില്ല. സാധാരണഗതിയിൽ അൽ സലേഹ് മോസ്കിനുള്ളിൽ ക്യാമറ അനുവദിക്കില്ല. ടൂർ കമ്പനി ഉടമ ജമീൽ പ്രത്യേക സ്വാധീനമൊക്കെ ഉപയോഗിച്ച് എനിക്ക് അതിനുള്ള അനുമതി വാങ്ങി തന്നിരിക്കുകയാണ്. എന്നെയും സയ്യിദിനെയും പള്ളിയുടെ മുന്നിലിറക്കി യാഹിയ കാറുമായി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി.
6 പടുകൂറ്റൻ മിനാരങ്ങളുമായി നിൽക്കുന്ന വലിയൊരു ദേവാലയം. 2008 നവംബറിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പ്രധാന ഹാളിൽ 44,000 പേർക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള മോസ്ക്. ഇസ്ലാമിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് താൻ ഈ മോസ്ക് നിർമ്മിച്ചതെന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത വേളയിൽ അലി അബ്ദുള്ള സലേഹ് പറഞ്ഞിരുന്നു. രാജ്യജനസംഖ്യയിൽ 95% മുസ്ലിങ്ങളുള്ള യമനിൽ ഇത്തരമൊരു ദേവാലയം ഉയർന്നത് തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നിരിക്കാം. ഞാൻ മോസ്കിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ഇന്നിവിടെ അധികം ആളുകളെ കാണുന്നില്ല. വെള്ളിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലുമൊക്കെ മോസ്കിൽ ജനപ്രവാഹമായിരിക്കുമെന്നാണ് സയ്യിദ് പറയുന്നത്. ദേവാലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാലം മുതൽ ഇവിടെ സഞ്ചാരികളുമായി എത്തുന്നയാളാണ് സയ്യിദ്. ഇടതുഭാഗത്ത് ഇക്കാണുന്നത് സന്ദർശകരുടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇന്ന് അധികം സന്ദർശകരില്ലാത്ത ദിവസമായതിനാൽ ചെരുപ്പ് വാങ്ങി വെക്കാനൊന്നും അവിടെ ജോലിക്കാരുണ്ടാവില്ലെന്ന് സയ്യിദ് പറഞ്ഞു. മോസ്കിൻ്റെ മുൻഭാഗമല്ല ഇത്. ഒരു വശത്തെ പ്രവേശന മാർഗമാണ്. അതിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. പരമ്പരാഗത ഇസ്ലാമിക ആർക്കിടെക്ചറിൻ്റെയും യമനി വാസ്തുവിദ്യയുടെയും മേളനമാണ് അൽ സലേഹ് മോസ്കിൽ കാണാനാവുന്നത്. സനായുടെ ഓൾഡ് സിറ്റിയിലുള്ള ഗ്രാൻഡ് മോസ്കിനെ വിപുലീകരിക്കാനുള്ള ആലോചനയാണ് ഒടുവിൽ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ എത്തി നിന്നതെന്നാണ് ചരിത്രം. ഓൾഡ് സിറ്റിയിൽ ആവശ്യത്തിന് സ്ഥലസൗകര്യം ഇല്ലാത്തതാണ് പുതിയ മോസ്ക് എന്ന ചിന്തയിലേക്ക് പ്രസിഡന്റിനെ എത്തിച്ചത്. എന്നാൽ ഖജനാവിൽ നിന്നുള്ള പണം കൊണ്ട് തൻ്റെ പേരെന്നും നിലനിൽക്കുന്ന ഒരു ദേവാലയം പണിയുക എന്ന അബ്ദുള്ള സലേഹിൻ്റെ ഗൂഢതന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമായതെന്ന മറ്റൊരു അഭിപ്രായവും നിലവിലുണ്ട്. അതിഗംഭീരമായ ഒരു നിർമ്മിതി തന്നെയാണ് അൽ സലേഹ് മോസ്ക്. പണത്തിൻ്റെ പ്രൗഢിയേക്കാളുപരി വാസ്തുവിദ്യാശൈലിയും മനോഹാരിതയുമൊക്കെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. വരും തലമുറകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ദേവാലയമാണിതെന്നും പറയാം. തൂണുകൾ അതിരിട്ട് നിൽക്കുന്ന മേൽക്കൂരയില്ലാത്ത വലിയൊരു നടുമുറ്റം. പ്രധാന കവാടം കടന്നു വരുമ്പോൾ ആദ്യമെത്തുക ഇവിടെയാണ്. അതിഗംഭീരമായ മാർബിൾ വർക്കുകൾ. ഇതിനാവശ്യമായ മാർബിളും ഗ്രാനൈറ്റുമൊക്കെ യമനിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്വാറികളിൽ നിന്നുമാണ് വെട്ടിയെടുത്തു കൊണ്ടുവന്നത്. ആഡംബരത്വത്തിൻ്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോസ്ക് തന്നെയാണിത്. യമനിലെ തന്നെ ഏറ്റവും വലുതും പ്രൗഢിയേറിയതുമായ ദേവാലയം. ഭിത്തിയും തൂണുകളും മച്ചുമൊക്കെ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. യാഹിയായും സയ്യിദും വാതിക്കൽ ഒരു കാവൽക്കാരനുമായി സംസാരിച്ചു നിൽക്കുന്നു. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ കാവൽക്കാരൻ താൽപ്പര്യപൂർവ്വം ഒന്ന് പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ചില കാവൽക്കാരെയും പരിചാരകരെയുമൊക്കെ ഇന്നിവിടെ കാണുന്നുള്ളൂ. വാതിൽ കടന്ന് ഞാൻ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. സഞ്ചാരം 17-ാം വോളിയം പെൻഡ്രൈവിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ ഹാൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. പണക്കൊഴുപ്പിൻ്റെ കാഴ്ചകൾ ഓരോ ഇഞ്ചു സ്ഥലത്തുമുണ്ട്. മാർബിളിലും ചുവന്ന ഗ്രാനൈറ്റിലും പണിത തൂണുകളിൽ സുവർണ വളയങ്ങൾ. 100 കണക്കിന് തൂണുകൾ. ലോകത്തെ ഏറ്റവും മനോഹരമായ മോസ്കുകളുടെ ഗണത്തിൽ തന്നെയാണ് അൽ സലേഹ് മോസ്കിൻ്റെ സ്ഥാനം. സിയാഖ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ മോസ്കിൻ്റെ നിർമ്മാതാക്കൾ. ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും വമ്പൻ പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കുന്ന കമ്പനി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള തൊഴിലാളികളെയും വാസ്തുവിദ്യാ വിദഗ്ധരെയും അൽ സലേഹ് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായി നിയോഗിച്ചിരുന്നു. പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഡിസൈനർമാർ സ്പെയിനിലെ കോഡോബ മോസ്കും പാകിസ്ഥാനിലെ അൽ ഫൈസൽ മോസ്കും ടർക്കിയിലെ സുൽത്താൻ അഹമ്മദ് മോസ്കും നേരിട്ട് സന്ദർശിച്ച് വിശദമായ പഠനം നടത്തി. അവിടുത്തെയൊക്കെ വാസ്തുവിദ്യാ ശൈലികൾ കടമെടുത്തതോടൊപ്പം പരമ്പരാഗത യമനി വാസ്തുവിദ്യ കൂടി അതിലേക്ക് സമന്വയിപ്പിക്കുകയും ചെയ്തു. 8 വർഷം കൊണ്ടാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയായത്. തൻ്റെ ഭരണകാലത്തെ ഏറ്റവും മഹത്തായ നേട്ടമായി മുൻ പ്രസിഡന്റ് അലി അബ്ദുള്ള സലേഹ് ഈ ദേവാലയ നിർമ്മിതിയെ കണ്ടിരുന്നു. മോസ്കിൻ്റെ മിറാബ് ഇതാണ്. ഇതിന് അഭിമുഖമായി നിന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്.
മിറാബിനോട് ചേർന്നുള്ള ഒരു ഭാഗം പ്രത്യേകമായി വേലി കെട്ടിത്തിരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് വരുമ്പോൾ പ്രാർത്ഥിക്കുക അവിടെ നിന്നാണ്. മോസ്കിനുള്ളിൽ ധാരാളം തൂക്കുവിളക്കുകളുണ്ട്. അതിൽ ഏറ്റവും വലുത് പ്രധാന താഴികക്കുടത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഈ വിളക്കാണ്. താഴികക്കുടത്തിന് ഉൾഭാഗമാകട്ടെ അതിഗംഭീരമായ ഒരു കാഴ്ചയാകുന്നു. സിറിയയിൽ നിന്നും വരുത്തിയ വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടാണ് ചുവരിലും മകുടങ്ങളിലുമൊക്കെ കൊത്തുപണികളും ചിത്രവേലകളും നടത്തിയത്. യമന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിശേഷപ്പെട്ട കല്ലുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. ചുവപ്പും വെളുപ്പും കറുപ്പും നിറങ്ങളിലുള്ള ആഗ്നേയ ശിലകൾ കൊത്തുപണികൾക്ക് ഭംഗി കൂട്ടാനായി വരുത്തപ്പെട്ടു. യമനിലെ അമ്രാൻ, സുബഹ, ഖാമീർ, നിം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് അത് കൊണ്ടുവന്നത്. ലോകമെങ്ങുമുള്ളവർ ഇതിൻ്റെ വൈശിഷ്ട്യം അറിയട്ടെ എന്ന ആഗ്രഹത്തിലാണ് മോസ്കിൽ ടൂറിസ്റ്റുകളെ അനുവദിച്ചത്. ലോകയാത്രക്കിടയിൽ ഈജിപ്റ്റ്, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ ലോകപ്രശസ്തമായ ഇസ്ലാമിക ദേവാലയങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സമ്പന്നകാലത്ത് പണിതുയർത്തിയ മഹാദേവാലയങ്ങളായിരുന്നു അത്. ആ മോസ്കുകളോടൊക്കെ കിടപിടിക്കുന്നുണ്ട് ഈ അൽ സലേഹ് ദേവാലയം. എന്നാൽ രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുന്ന കാലത്ത് കോടാനുകോടി റിയാൽ വ്യയം ചെയ്ത് ഈ ദേവാലയം നിർമ്മിച്ചതാണ് യമനികൾക്ക് പ്രസിഡന്റ് സലേഹിനെതിരെ രോഷം വർദ്ധിക്കാൻ കാരണമായത്. ദേവാലയത്തിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവ് 12.5 കോടി $ആണെന്നും വിമർശനം ഒഴിവാക്കാനായി പ്രസിഡന്റ് സലേഹ് അത് 6 കോടിയെന്ന് ചുരുക്കിക്കാണിക്കുകയായിരുന്നെന്നും ആരോപണമുണ്ട്. മച്ചിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന മകുടത്തിന് പുറമെ ഇത്തരം 22 മകുടങ്ങൾ കൂടിയുണ്ട് മോസ്കിന്. മിനാരങ്ങളിലും മുഖപ്പിലും ഭിത്തിയിലുമെല്ലാം പരമ്പരാഗത യമനി ശൈലിയിലുള്ള അലങ്കാരപ്പണികളാണ് നടത്തിയിരിക്കുന്നത്. മച്ചിലും 15 കൂറ്റൻ മരവാതിലുകളിലും കൊത്തുപണികൾ നടത്താനായി യമന്റെ പല ഭാഗങ്ങളിൽ നിന്നും തച്ചന്മാരെ വരുത്തിയിരുന്നു. 13,500 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഈ ഹാൾ പൂർണ്ണമായും എയർ കണ്ടീഷൻഡാണ്. ഭൂമിക്കടിയിലാണ് എയർ കണ്ടീഷണർ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ തൂണിൻ്റെയും അടിഭാഗത്താണ് AC-യുടെ വെന്റുകൾ. ആധുനികമായ സൗണ്ട് സിസ്റ്റവും ദേവാലയത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ സംവിധാനങ്ങളൊന്നും പുറത്തു കാണാത്ത വിധമാണ് സജ്ജീകരണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രാർത്ഥിക്കുന്നതിനായി പ്രത്യേക ഭാഗങ്ങൾ മോസ്കിലുണ്ട്. ഇതുകൂടാതെ വിദ്യാർത്ഥിനികൾക്ക് മാത്രം വേണ്ടി മറ്റൊരു പ്രാർത്ഥനാ ഹാളുമുണ്ട്. 2000 വിദ്യാർത്ഥിനികൾക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാവുന്ന ഇടമാണ് അത്. വിപുലമായ ഒരു മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയും മോസ്കിലുണ്ട്. ഭിത്തികളുടെ മുകൾ ഭാഗത്ത് പലയിടത്തും ഇങ്ങനെ ഖുറാൻ സൂക്തങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. തുർക്കിയിലെയും മറ്റും പുരാതന ദേവാലയങ്ങളിൽ കാണുന്ന തരം ഇത്തരം കൊത്തുപണികൾ അൽ സലേഹ് മോസ്കിന് പൗരാണികമായ ഒരു ഭാവം നൽകുന്നുണ്ട്. ഈ ഹാളിൽ നിലത്ത് സവിശേഷമായൊരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിൽ നിന്നുള്ള മുന്തിയതരം ചെമ്മരിയാട്ടിൻ രോമം കൊണ്ട് ടർക്കിയിൽ വെച്ച് നെയ്തെടുത്തതാണ് അത്. 2008 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതു മുതൽ ഈ മോസ്കിൽ നടക്കുന്ന വെള്ളിയാഴ്ചകളിലെ മധ്യാഹ്ന പ്രാർത്ഥന യമനി ഗവൺമെന്റിന്റെ ഔദ്യോഗിക TV ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്തു വരുന്നുണ്ട്. റേഡിയോയിൽ തത്സമയ പ്രക്ഷേപണവും ഉണ്ടാവും. മോസ്കിന്റെ തണുത്ത അകത്തളത്തിലൂടെ ഞാൻ കുറേ നേരം ചുറ്റി നടന്നു. പിന്നെ ഓട്ടുപാളുകൾ പതിച്ച കൂറ്റൻ മരവാതിൽ കടന്ന് പുറത്തേക്ക്. പ്രധാന പ്രാർത്ഥനാ ഹാളിന്റെ തൊട്ടു മുൻവശത്ത് വിശാലമായ ഒരു തളമാണ്. വന്ന വഴിയെ പുറത്തേക്ക് നടക്കുകയാണ്. ചില ഭാഗത്ത് എന്തെല്ലാമോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കിടയിലും ദേവാലയം ഏറ്റവും വൃത്തിയോടെയും സുന്ദരമായും സംരക്ഷിക്കാൻ ഇന്നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. യാഹിയ ഇവിടെ 2 പേരുമായി സംസാരിച്ചു നിൽപ്പുണ്ട്. എന്നെയും അവിടേക്ക് വിളിച്ചു. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. യാഹിയയുടെ അരികിൽ നിന്ന ഒരാൾ എനിക്ക് ചില ബ്രോഷറുകൾ എടുത്തു തന്നു.
മോസ്കിന് ആവശ്യമായ മാർബിളും ഗ്രാനൈറ്റുമൊക്കെ ക്വാറികളിൽ നിന്നും മുറിച്ചെടുത്തതിന്റെ വിവരങ്ങളാണ് ബ്രോഷറിൽ. അതിങ്ങനെ മുറിച്ചെടുത്ത് ഇവിടേക്കെത്തിച്ച കരാറുകാരനാണ് ഇദ്ദേഹം. മാർബിളും ഗ്രാനൈറ്റും സപ്ലൈ ചെയ്യുന്ന വലിയൊരു കമ്പനിയുടെ ഉടമയാണിത്. ഇന്ത്യയിലെ ഒരു ടെലിവിഷൻ ചാനലിനു വേണ്ടി അൽ സലേഹ് മോസ്ക് ചിത്രീകരിക്കുകയാണ് ഞാനെന്നറിഞ്ഞപ്പോൾ ആൾക്ക് വലിയ താല്പര്യമായി. മാർബിൾ സപ്ലൈ ചെയ്ത ആളുടെ കാര്യം കൂടി ടെലിവിഷനിലൂടെ പറയണമെന്നാണ് ആവശ്യം. അദ്ദേഹം അറബിയിൽ പറഞ്ഞ കാര്യങ്ങൾ സയ്യിദ് എനിക്ക് തർജ്ജിമ ചെയ്തു തരികയും ചെയ്തു. യാഹിയയുടെ കാറിൽ കയറി മോസ്കിനരികിൽ നിന്നും യാത്ര തുടരുകയാണ്. വിശാലമായ ഒരു പ്രദേശമാകെ ഉദ്യാന സമമാക്കിയിട്ടിരിക്കുന്നു. അതിന് നടുവിലാണ് മോസ്ക്. ഈന്തപ്പനകൾ നട്ടും പുൽത്തകടി പിടിപ്പിച്ചും മനോഹരമാക്കിയിരിക്കുന്ന പ്രദേശം. ഉദ്യാനത്തിൻ്റെ അങ്ങേയറ്റത്താണ് പ്രസിഡന്റിന്റെ കൊട്ടാരം. ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് അത്. അൽ സലേഹ് മോസ്കിന്റെ ഉദ്യാനത്തിലൂടെ കാർ നീങ്ങിക്കൊണ്ടിരുന്നു.